ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് സുദീപ് കോശി, ആനി സാമുവൽ ആൻഡ് അബിഗേൽ കോശി, ന്യൂയോർക്ക്, USA. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയോട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, വീണ്ടും ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഈ രാത്രി ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ നാനാരാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങൾ ഇത്രത്തോളം കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്ത അവിടുത്തെ എല്ലാ വാത്സല്യങ്ങൾക്കായിട്ട് നന്ദിയോടെ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയെ കൊണ്ട് ഈ ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാഥൻ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, അനുദിനം നാം കോവിഡിൻ്റെ പുതിയ ഭാവങ്ങളും രൂപങ്ങളും കേട്ടുകൊണ്ടാണ് ഉണരുന്നത്. പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം പരിശ്രമിക്കുമ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരാതെ മുൻപോട്ട് പോകുന്ന സാഹചര്യങ്ങളാണ് നാം കാണുന്നത്. എന്നാൽ അവിടെയൊക്കെയും ദൈവജനം പ്രത്യാശ നഷ്ടപ്പെടാതെ അതിൻ്റെ പ്രതിവിധിക്ക് വേണ്ടിയിട്ടും പ്രതിരോധത്തിന് വേണ്ടിയിട്ടും കൂടുതലായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ മുൻപിലുള്ളത്. 2020 വളരെ പ്രതീക്ഷകളോടെ കടന്നു വന്നു. ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നടക്കുമെന്ന് അനേകർ പ്രവചിച്ചു. അത് പ്രവചനങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് കഷ്ടത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും വ്യസനത്തിൻ്റെയും മാസങ്ങളാണ് 2020 സമ്മാനിച്ചത്. സാമ്പത്തികമായിട്ട് മികച്ച വളർച്ച ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എത്രയോ കാര്യങ്ങളാണ് ലോകത്തിലെ ഓരോ രാജ്യങ്ങൾ സംവിധാനം ചെയ്തിരുന്നത്. എക്സ്പോസ്, ഇൻ്റർനാഷണൽ മാച്ചസ്, അതോടൊപ്പം തന്നെ ആഗോള രീതിയിലുള്ള വലിയ വിപണന സംവിധാനങ്ങൾ എന്തെല്ലാമാണ് ക്രമീകരിച്ചിരുന്നത്. അതിനെയെല്ലാം തകർത്തുകൊണ്ട് കൊറോണ വൈറസ് 2020 മുന്നേറി. 2021 ആകുമ്പോഴേക്കും ഇതിനെ പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണമുള്ള വാക്സിൻസ് കടന്നു വരുമെന്നും അതോടുകൂടി ലോകം കൊറോണ വിമുക്തമാകുമെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അനേക രാഷ്ട്രങ്ങൾ മുൻപോട്ട് വന്നു. ഇന്ന് നാം 2021 മൂന്നാം മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോഴും അവയൊക്കെയും സ്വപ്നങ്ങളായിട്ട് മാത്രം അവശേഷിക്കുന്നു. ഈ മഹാമാരിയെ പിടിച്ചു നിർത്തുവാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇനിയും അനേകർ മനസ്സിലാക്കുന്നില്ല. അത്യുന്നതനായ ദൈവത്തിന് മാത്രമേ ഈ പകർച്ചവ്യാധിയെ നിയന്ത്രിക്കുവാൻ കഴിയൂ, പിടിച്ചടക്കുവാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം അനേകർ വിസ്മരിച്ചു പോകുന്നു. എന്നാൽ ഒരു ദൈവ പൈതലിന് അപ്രകാരമുള്ള ദർശനവും വിശ്വാസവും ഉണ്ടാകണം. അങ്ങനെയുള്ള സമീപനമായിരിക്കണം ഉണ്ടാകേണ്ടത്. കോവിഡ് രോഗികൾ പെരുകുമ്പോഴും അതിന് മറുപടി ഇല്ലാതാകുമ്പോഴും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമുക്ക് ഈ രാത്രി പ്രാർത്ഥിക്കാം. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കോവിഡ് പിടിപെട്ടിരിക്കുന്ന എല്ലാ രോഗികളെയും നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം. അനേകർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിത്തം കഷ്ടത്തിനും വ്യസനത്തിലുമായിരിക്കുന്നു, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയുള്ള കരം അവരുടെ മേൽ ചൊരിയുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആർദ്രത അവരെ രക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അനുബന്ധമായി നാനാ രോഗങ്ങൾ അനേകരെ ത്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് രോഗങ്ങളുള്ളവർക്ക് ഇത് പിടിപെടുമ്പോൾ അവരുടെ ആയുസ് കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് നാനാവിധ രോഗങ്ങളാൽ മുൻപോട്ട് പോകുന്നവരെ ഇത് ബാധിക്കുമ്പോൾ അതിവേഗം അവരുടേതായിട്ടുള്ള ആരോഗ്യസ്ഥിതി
വഷളായി അവർ ഗുരുതരമായ അവസ്ഥയിലായി ലോകത്തോട് യാത്ര പറയുന്ന പ്രവണതയും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും, രോഗം വന്നിട്ടില്ല എങ്കിൽ പോലും പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസ് ആയിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സുവിശേഷ വയലിൽ ഇപ്പോഴും 10,000-കണക്കിന് സഹോദരങ്ങൾ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് യഹോവ കവചമായി പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ സഹായിക്കാൻ സഭകളോ സമൂഹങ്ങളോ ഒന്നുമില്ല. ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ സുവിശേഷത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആ സഹോദരങ്ങൾ അതേ ഭാഷാ വ്യത്യാസമില്ലാതെ മറ്റ് യാതൊരു വിധത്തിലുള്ള മതിൽക്കെട്ടുകൾക്കും ഉള്ളിൽപ്പെടാതെ കർത്താവിനെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അവരെ ഓരോരുത്തരെയും കർത്താവിൻ്റെ പൊന്നുകരങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിവേഗം കത്തിപ്പടരുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ചികിത്സകളില്ല, ഉണ്ടെങ്കിൽ തന്നെ അല്പകാലത്തേക്ക് ജീവനെ നിലനിർത്താൻ കഴിയുന്ന ചികിത്സകൾ മാത്രം. ശാശ്വതമായ സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാനാവിധമായ വ്യാധികളാൽ, പ്രയാസങ്ങളാൽ, ശാരീരിക പ്രതിബന്ധങ്ങളാൽ പ്രേസോണിന് അപേക്ഷകൾ അയച്ചിരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. അവരെ കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട്, സൗഖ്യം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവിടുന്ന് തന്നെ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം അവരുടെ മേൽ പതിയുന്നതിനായിട്ട്, ശാരീരിക ക്ലേശങ്ങൾ മൂലം വ്യഥയും വേദനയും അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശവും സൗഖ്യം നൽകുവാൻ കർത്താവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ പരാധീനത കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ, ചികിത്സിക്കുവാൻ നിവൃത്തിയില്ലാതെ, ഉപജീവനത്തിന് വകയില്ലാതെ ആയിരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ വലിയ കഷ്ടത്തിൻ്റെ നടുവിൽ ഏറ്റവും ക്ലേശം അനുഭവിക്കുന്ന കിടപ്പ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഉപജീവനത്തിന് പോലും മാർഗമില്ലാതെ മറ്റുള്ളവരുടെ സംരക്ഷണയിലും മറ്റുള്ളവരുടേതായിട്ടുള്ള ദയയിലും കഴിയുന്ന നിസ്സഹായരായ, ചലനശക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന കിടപ്പ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള രോഗികൾക്ക് സഹായവും സൗഖ്യമെത്തിക്കുന്ന കിരോസ എന്ന ഒരു ശുശ്രൂഷയാണ് നമ്മുടെ ശുശ്രൂഷ നടത്തുന്നത്. അതിലേക്ക് അനുയോജ്യമായിട്ടുള്ള സഹോദരങ്ങളെ കണ്ടെത്തുവാനായിട്ടും അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുവാൻ പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതേ സാമ്പത്തിക തകർച്ചയിൽ നട്ടം തിരിയുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടഭാരങ്ങളിൽ മുങ്ങിത്താഴുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ കരകയറ്റുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോലികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. യൗവനക്കാരാണ്, അവർ ഈ ലോകത്തിൻ്റെ വഷളത്തിലും മ്ലേച്ഛലും വീണു പോകാതെ അനുയോജ്യമായ തുണയെ കണ്ടെത്തുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ദൈവം കാത്ത് സൂക്ഷിക്കുന്നതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പുതിയ സംവിധാനത്തോട് ഇണങ്ങിച്ചേരുവാൻ തക്കവണ്ണമുള്ള കൃപയും കരുണയും അവരുടെ മേൽ ചൊരിയുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഒരു കുഞ്ഞില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്കൊരു കുഞ്ഞിനെ നൽകുവാൻ തക്കവണ്ണം പ്രസാദിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എളിയ ശുശ്രൂഷ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകായിരങ്ങൾക്ക് ആശ്വാസവും സാന്ത്വനവും നൽകുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ സ്നേഹവും കൃപയും കരുണയും ചൊരിയുവാൻ തക്കവണ്ണം ഇതിനെ കൂടുതലായെടുത്ത് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിന് മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളെയും, തടങ്ങൾ പാറകളെയും കർത്താവ് തകർക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിൻ്റെ നാമധേയത്തിൽ നടക്കുന്ന ആതുര ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടേതായിട്ടുള്ള ബൈബിൾ പരിഭാഷ അതിവേഗം 4 ഗോത്രങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിഭാഷകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതേ യരുകുല ഗോത്രത്തിനായിട്ട് പുതിയ നിയമം നാം തയ്യാറാക്കി കഴിഞ്ഞു. അതിൻ്റെ വിതരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതേ ഹിക്കിപ്പിക്കി ഗോത്രത്തിന് വാഗ്രിബൂലി ഭാഷയിൽ പുതിയ നിയമം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിതരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാതിരി ഗോത്രത്തിന് നാം തിരുവചനം തയ്യാറാക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഗോണ്ട എന്ന് പറയുന്ന
ഗോത്രത്തിന് നാം സുവിശേഷം തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇതൊക്കെയും തയ്യാറാക്കിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് വിതരണം ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നാം മുൻപോട്ട് പോകുന്നത്. അതിവേഗം അവിടുത്തെ വിശ്വാസികൾക്ക്, ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ഗോത്രങ്ങളിലെ സഹോദരങ്ങൾക്ക് ഇത് കയ്യിലെത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് അനുയോജ്യമായ വഴി തുറക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ കോവിഡ് കാലത്തും ഇത്രയും ധൃതി വെച്ച് ഇത് ചെയ്യുവാനുള്ള കാരണം, ഒരു ദിവസം മുൻപ് കർത്താവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ അവരുടെ കരങ്ങളിൽ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചാണ് അത് പൂർത്തീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അത് വിതരണം ചെയ്യുന്നതൊരു പ്രയാസത്തിലായിരിക്കും. കാരണം നമുക്ക് വളരെ ഉള്ളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. കർത്താവ് അതിനുവേണ്ടി അതിശീഘ്രത്തിൽ പ്രവർത്തിച്ച് അതേ നമ്മുടേതായിട്ടുള്ള ആ വലിയ പരിശ്രമം മെയ് മാസത്തിന് മുമ്പിൽ പൂർത്തീകരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ പരിഭാഷകളൊക്കെയും സാധ്യമാക്കിയിരിക്കുന്നത് അനേക സഹോദരങ്ങളുടേതായിട്ടുള്ള നിർവ്യാജമായ ത്യാഗസമ്പൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനിയും പുതിയ ഗോത്രങ്ങൾ അവർക്ക് തിരുവചനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പാരലിൽ തന്നെ 200 ഗോത്രങ്ങളാണുള്ളത്. കർത്താവിൻ്റെ വചനം അവരിൽ എത്തിക്കുവാനും യേശു ക്രിസ്തുവിനെ അവർക്ക് അനുഭവിച്ചറിയാനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കുവാനും തക്കവണ്ണം ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ബൈബിൾ പരിഭാഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ദൈവനാമമഹത്വത്തിനായിട്ട് നമുക്ക് അപ്രകാരം പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കാം. നമ്മുടേതായിട്ടുള്ള ബൈബിൾ മ്യൂസിയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകർ അതിലേക്ക് കടന്നു വരുവാനും കർത്താവിനെ കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും അനുഭവിച്ചറിയുവാനും വഴി തുറക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചാനലിലൂടെ 10,000 സഹോദരങ്ങൾക്ക് ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു സമാധാനവും സാന്ത്വനവും സൗഖ്യവും സന്തോഷവും അനുഭവിച്ചറിയുവാൻ കർത്താവ് ഈ നാളുകൾ ഇതിനെടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ബലഹീന എനിക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്ക് അത്യാവശ്യമായിരിക്കുന്നു. മുൻപോട്ട് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ബലവും ശക്തിയും പ്രാപ്തിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ദർശനങ്ങളും കൃപകളും നൽകി പോഷണ എന്നെ വഴി നടത്തുന്നതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. നീ എന്നെ ഞങ്ങളെ വഴി നടത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇത്രത്തോളം ഞങ്ങളെ സൂക്ഷിച്ച എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. കോവിഡ് രോഗത്തിൻ്റെ മഹാമാരിയിൽപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിടുവിക്കുന്ന ദൈവമാണ്, രക്ഷിക്കുന്ന ദൈവമാണ്. അങ്ങ് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ നിമിത്തം കഷ്ടത്തിലായിരിക്കുന്നവരെ ഓർക്കണമേ. ക്യാൻസർ മൂലം ബന്ധപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരിക ക്ലേശങ്ങൾ മൂലം തകർന്നിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ അവിടെ പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാനാവ്യാധികളാൽ കഷ്ടമനുഭവിക്കുന്ന ഓരോരുത്തരെ ഓർക്കണമേ. മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ല, സാമ്പത്തിക ഭാരത്താൽ കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലികൾ നഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വയലിൽ പ്രവർത്തിക്കുന്ന നിൻ്റെ വേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവർക്ക് പ്രതിരോധമായിരിക്കണമേ. അവരെ സഹായിക്കുവാൻ മറ്റാരുമില്ലെങ്കിലും കർത്താവ് അവർക്ക് സഹായിയായി അഗ്നിദുർഗമായി അവരെ കാത്ത് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, തിരുവചനത്തിൻ്റെ പരിഭാഷകളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അവിടുത്തെ വലിയ കൃപയാൽ അത് പൂർത്തിയാക്കുവാൻ സഹായിച്ചു. എന്നാൽ ആ പാവപ്പെട്ട സമൂഹങ്ങളിലേക്ക്, ഗോത്രങ്ങളിലേക്ക് അത് എത്തിക്കുവാൻ തക്കവണ്ണമുള്ള വഴിയും വാതിലും തുറന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി പ്രവർത്തിക്കാൻ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുത്തെ നാമത്തിൻ്റെ മൗത്തിനായി തീരുവാനിടയാക്കണമേ. കർത്താവ്, എളിയ ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. വേർച്വൽ ടെലിവിഷൻ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർച്വൽ കർത്താവെ, നിൻ്റെ നാമോത്തതിനായിട്ട് കൂടുതലായി പ്രവർത്തിപ്പാനുള്ള വഴിയും വാതിലും തുറക്കണമേ. കർത്താവ്, മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇൻ്റർനാഷണൽ ബൈബിൾ തീം പാർക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിലൂടെ അനേകായിരങ്ങൾക്ക് അങ്ങ് കണ്ടെത്തുവാൻ തക്കവണ്ണം, രുചിച്ചറിയുവാൻ തക്കവണ്ണം, മനസ്സിലാക്കുവാൻ തക്കതിനുവണ്ണം സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. കിരോസ എന്ന ശുശ്രൂഷയോത്ത് പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികളെ അങ്ങ് ഓർക്കണമേ, അവരോട് കരുണ ചെയ്യണമേ. അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ കർത്താവെ കരുണയും
അവിടുത്തെ കാവലുകാരുടെ മേൽ ചൊരിഞ്ഞ് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ രാത്രി ശുശ്രൂഷ ഓർക്കണമേ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നീ അവരുടെ കൂടാരങ്ങൾക്ക് കാവൽക്കാരനായിരിക്കണം. അവരുടെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കണം, കുടുംബങ്ങളെ കാത്തു സൂക്ഷിക്കണം. ഒരു പകർച്ചവ്യാധി അവർക്ക് ബാധിക്കുവാനിടയാതെ നീ അവരെ ഉള്ളംകൈയിൽ സൂക്ഷിച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് 7 അങ്ങയിൽ കൊണ്ട് സൂക്ഷ്മയിപ്പാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു മാത്രം അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആം. യേശുവേ എന്നേശുവേ വരുന്നു നിൻ പാദത്തിൽ സങ്കടങ്ങൾ നീങ്ങുമൻ കണ്ണീരിൻ താഴ്വരയിൽ. യേശുവേ എന്നേശുവേ വരുന്നു നിൻ പാദത്തിൽ സങ്കടങ്ങൾ നീങ്ങുമൻ കണ്ണീരിൻ താഴ്വരയിൽ. കരയുമ്പോൾ മനസ്സലിയും നിൻ സ്നേഹത്താൽ എന്നേശുവേ. കരയുമ്പോൾ മനസ്സലിയും നിൻ സ്നേഹത്താൽ എന്നേശുവേ. മാറോടണച്ചേഴേ സൗഖ്യമാക്കിയിടണമേ. മാറോടണച്ചേഴേ സൗഖ്യമാക്കിയിടണമേ. കുരുടരെയും ചെകിടരെയും നാനാവ്യാധിക്കാരെയും സൗഖ്യമാക്കിയ നിൻകരം ഏഴയിന്മേൽ വയ്ക്കണമേ. കുരുടരെയും ചെകിടരെയും നാനാവ്യാധിക്കാരെയും സൗഖ്യമാക്കിയ നിൻകരം ഏഴയിന്മേൽ വയ്ക്കണമേ. കരയുമ്പോൾ മനസ്സലിയും നിൻ സ്നേഹത്താൽ എന്നേശുവേ. കരയുമ്പോൾ മനസ്സലിയും നിൻ സ്നേഹത്താൽ എന്നേശുവേ. മാറോടണച്ചേഴേ സൗഖ്യമാക്കിയിടണമേ. മാറോടണച്ചേഴേ സൗഖ്യമാക്കിയിടണമേ. യേശുവേ എന്നേശുവേ വരുന്നു നിൻ പാദത്തിൽ സങ്കടങ്ങൾ തിങ്ങുമൻ കണ്ണീരിൻ താഴ്വരയിൽ. യേശുവേ എന്നേശുവേ വരുന്നു നിൻ പാദത്തിൽ സങ്കടങ്ങൾ തിങ്ങുമൻ കണ്ണീരിൻ താഴ്വരയിൽ. കരയുമ്പോൾ മനസ്സലിയും നിൻ സ്നേഹത്താൽ എന്നേശുവേ. കരയുമ്പോൾ മനസ്സലിയും നിൻ സ്നേഹത്താൽ എന്നേശുവേ. മാറോടണച്ചേഴേ സൗഖ്യമാക്കിയിടണമേ. മാറോടണച്ചേഴേ സൗഖ്യമാക്കിയിടണമേ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മാനവരാശിയുടെ ഉൽപ്പത്തി മുതൽ മനുഷ്യൻ്റെ ചികിത്സാ സമ്പ്രദായങ്ങൾക്കോ പ്രതിവിധികൾക്കോ സൗഖ്യം നൽകുവാൻ കഴിയാത്ത അനേക രോഗങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടായിരുന്നുവെന്ന് തിരുവചനം സാക്ഷിക്കുന്നുണ്ട്. ഭൂമിയിൽ അനേകമായ രോഗങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുവാൻ കഴിയാതെ ലക്ഷോപലക്ഷം ജനങ്ങൾ ചത്തൊടുങ്ങിയ ചരിത്രം നമുക്കറിയാം. എന്നാൽ അപ്രകാരമുള്ള കാലഘട്ടങ്ങളിൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ട് അവരെ സൗഖ്യമാക്കുന്ന യഹോവയെയും യഹോവയുടെ പ്രവർത്തനങ്ങളെയും തിരുവചനത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. പകർച്ചവ്യാധികൾ കടന്നു വരുമ്പോൾ, അതിവേഗം പടർന്നു പിടിക്കുമ്പോൾ, അതിവേഗം ആയിരങ്ങളെ കൊന്നൊടുക്കുമ്പോൾ അതിന് പ്രതിവിധി താഴുവാൻ കഴിയാതെ, അതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിലവിളിച്ച് അതിനെ ഒരു നിമിഷം കൊണ്ട് പിടിച്ചു നിർത്തുന്ന അത്യത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളും തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദ് ജനസംഖ്യാ നിർണയം നടത്തി ദൈവത്തിൻ്റെ
കോപം സമ്പാദിച്ച് ശിക്ഷയായിട്ട് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകർച്ചവ്യാധി ഏറ്റുവാങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ച് ഒരു ദിവസം കൊണ്ട് 70,000 പേരാണ് പകർച്ചവ്യാധിയിൽ ചത്തൊടുങ്ങിയത്. രോഗമെന്തെന്ന് അറിഞ്ഞുകൂടാ, പകർച്ചവ്യാധിയാണ്. അന്നത്തെ കാലത്ത് ഒരു ദിവസം അത്രയും പേർ മരിക്കുക എന്ന് പറയുമ്പോൾ അസാധാരണമായ കാര്യമാണ്. ജനസംഖ്യ ഇതിൻ്റെ അത് എത്രയോ കുറവുള്ള ഒരു കാലഘട്ടമാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാവീദ് നിലവിളിച്ചു. കാര്യവും കാരണം അറിയാതെ ചത്തൊടുങ്ങുന്ന ജനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അവൻ നിലവിളിച്ചു. യഹോവ തൻ്റെ ദൂതനോട് കൽപ്പിച്ച പകർച്ചവ്യാധിയെ നിർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പകർച്ചവ്യാധികൾ അയക്കുന്നത് ദൈവമാണ്, പകർച്ചവ്യാധികളെ നിർത്തുന്നതും ദൈവമാണെന്ന് ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആധുനിക ലോകത്തേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഇതുപോലെയുള്ള അനേക പകർച്ചവ്യാധികൾ ലോകത്തെ പിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പ്ലേഗ് എന്ന് പറയുന്ന മഹാവ്യാധി ലക്ഷങ്ങളെയാണ് കൊന്നൊടുക്കിയത്. ഇൻഫ്ലുവൻസ വൈറസ്, അങ്ങനെ നാം നോക്കുമ്പോൾ HIV ഇൻഫെക്ഷൻസ്, ഒരുപാട് അപ്രകാരമുള്ള കൊറിയൻ ഫ്ലൂ എന്ന് വേണ്ട ഒരുപാട് രോഗങ്ങൾക്ക് ചികിത്സകൾ ലഭിക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിന് പ്രതിവിധികൾ കണ്ടെത്തുവാൻ കഴിയാതെ അനേകർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ചരിത്രങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ഇപ്പോൾ ആ രോഗങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി വന്നു നിൽക്കുന്നത് കൊറോണ വൈറസാണ്. ഇന്നുവരെയും നാം നോക്കുമ്പോൾ 24,55,000 പേരാണ് ഈ COVID-19 അണുക്കൾ മൂലം മരണമടഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഏതാണ്ട് 11 കോടിയിലധികം ജനങ്ങളെ ഇത് ബാധിച്ചിരിക്കുന്നു. എന്നും അതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയാതെ വണ്ണം അത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. രോഗശമനം വന്നിട്ടില്ല. അപ്പോൾ നാം കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയും ഇതിന് അറുതി വരുത്തിയത് അത്യുന്നതനായ ദൈവമാണ്. You see, when we look back into history, we find that mankind had suffered many diseases for which we could not find any remedy. In the Bible itself we find that God had stricken his people with pestilences, sicknesses, and there was no remedy for such things. It is the Almighty God who heard the prayers of his people and had healed his people from such maladies. We see that these things are not stopped and it is continuing. We know about the plague fever which had taken away lakhs of people. We know about the HIV virus. We know about the flu virus, influenza virus. Well, so many. So many a time, human findings or their researchers could not find solutions for such things. It is the Almighty God who can stop these treacherous situations. It is the Almighty God who can save us from such maladies. So, when we look back into history, there have been times where mankind has been visited by such pestilences, such diseases, and how the cries of his people had brought an halt
to this situation. നാം മാനവ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, തിരുവചനത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ദൈവം തൻ്റെ കോപത്തിൽ ജനങ്ങളെ ഇപ്രകാരമുള്ള മാറാവ്യാധികൾ കൊണ്ട് ശിക്ഷിച്ച ചരിത്രങ്ങൾ കാണാനുണ്ട്. രോഗങ്ങൾ കൊണ്ട് ശിക്ഷിച്ച ചരിത്രം കാണാനുണ്ട്. സൗഖ്യമാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് അങ്ങനെയുള്ള രോഗം വരുത്തിയ വ്യക്തികൾക്ക് അവർ പശ്ചാത്തപിക്കുമ്പോൾ സൗഖ്യം നൽകി വിടുവിച്ച ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്രകാരം തിരുവചനത്തിൽ കാണുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം. We find God has used certain diseases to punish His people. It's a disease of God. It's the hand of God. And we find that only God could heal such diseases. There was no human effort or human capability to heal such diseases. And one such disease was leprosy. God had struck people with leprosy when they went away from Him and did things which were not liked by Him. In that category you find kings, you find prophetesses, you find servants of prophets, so many whom God had punished with leprosy. കുഷ്ഠരോഗം കൊണ്ട് ദൈവം ശിക്ഷിച്ച അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മിരിയാം കുഷ്ഠരോഗം കൊണ്ട് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ആദ്യത്തെ സ്ത്രീയാണ്. എന്നിട്ട് ആ കുഷ്ഠരോഗ നിമിത്തം അവളെ പാളയത്തിന് പുറത്താക്കിയതായിട്ട് നാം കാണുന്നുണ്ട്. മോശയുടെയും അഹറോൻ്റെയും പെങ്ങളാണ്. മോശ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠ പ്രവാചകനാണ്, അഹറോൻ മഹാപുരോഹിതനാണ്. പക്ഷേ മിരിയാമിനെ ദൈവം കുഷ്ഠരോഗം കൊണ്ട് ശിക്ഷിക്കുകയാണ്. കാരണം അവൾ മോശയെക്കുറിച്ച് ദുഷ്ടവർത്തമാനം പറഞ്ഞു. മോശയുടെ നിലവിളിയുടെ മുൻപിൽ വീണ്ടും ദൈവം അവളെ സൗഖ്യമാക്കി പാളയത്തിലേക്ക് മടക്കി വരുത്തുകയും മുൻപോട്ട് പോവുകയും ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. ഏലീശ പ്രവാചകന്റെ ശിഷ്യനായ ഗേഹസിയെ അതേ കുഷ്ഠരോഗം കൊണ്ട് ശിക്ഷിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. ഊസിയ രാജാവിനെ കുഷ്ഠം കൊണ്ട് ശിക്ഷിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള അനേകമായിട്ടുള്ള അവസ്ഥകളിൽ കുഷ്ഠരോഗം ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് പഴയ നിയമകാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നു. Leprosy was considered as a punishment from the Almighty God for deviating from His laws and falling into sin. And also, leprosy was included in the Mosaic law. Very specifically, we find in the book of Leviticus, chapter 13 and 14, everything about leprosy and how people who have been leprous or how people stricken with leprosy should be treated, how exactly they should be brought back. Everything is given in detail in those chapters. So, we have much to believe that leprosy was used by God at certain times to punish His people. Thus we find leprosy was a disease from God, as I told you. അതേ കുഷ്ഠരോഗം ദൈവത്താൽ അയക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം, ദൈവം ശിക്ഷിക്കുവാൻ ഉപയോഗിച്ച രോഗമാണെന്ന് വിശ്വസിക്കുവാൻ തക്കതിനുവണ്ണം ദൈവം തന്നെ മോശയുടെ ന്യായപ്രമാണത്തിൽ കുഷ്ഠരോഗത്തെക്കുറിച്ച് വളരെ വിശദമായി കൽപ്പനകൾ മോശയ്ക്ക് കൊടുക്കുന്നുണ്ട്. കുഷ്ഠരോഗത്തെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും കുഷ്ഠരോഗങ്ങൾക്ക് വിമോചനം നൽകിയാൽ എങ്ങനെ തിരിച്ച് സമൂഹത്തിലേക്ക് തിരിച്ചെടുക്കാമെന്നും
എങ്ങനെ കുഷ്ഠരോഗിക്ക് വീണ്ടും ദൈവസഭയിൽ വരുവാൻ കഴിയുമെന്നുമൊക്കെ ഉള്ളതിൻ്റെ വളരെ വിശദമായ കാര്യങ്ങൾ ലേവ്യ പുസ്തകം 13 14 അധ്യായങ്ങൾ വിവരിക്കുന്നത് കൊണ്ട് കുഷ്ഠരോഗത്തെ ദൈവം ശിക്ഷയായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കുഷ്ഠരോഗിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒന്നാമതായിട്ട് കുഷ്ഠരോഗി സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. രണ്ടാമതായിട്ട് സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. മൂന്നാമതായിട്ട് നഗരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. The state of a leper is very pathetic. He is thrown out of his house, he is thrown out of the temple, and he is thrown out of the town, Jerusalem. So we find that he is a totally isolated figure with no communication with anybody. He is not allowed to come into public. He cannot come near other people. There is a social distancing. He has to stand about 30 feet away. He will be completely covered with cloth and he has to shout, unclean, unclean, and then walk about and he will be ringing his bell. അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മണിയടിച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. ഇന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ സാമൂഹിക അകലം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കെല്ലാം ബോധമുണ്ട്. അത് 10,000 കൊല്ലങ്ങൾക്ക് മുൻപ് അപ്രകാരം സാമൂഹിക അകലം പാലിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്ന രോഗമാണ് കുഷ്ഠരോഗം. ഏതാണ്ട് 20 അടി 30 അടി ദൂരത്തിൽ വേണം നടക്കുവാൻ. ജനങ്ങൾ കൂടുന്ന സ്ഥാനത്ത് അവന് നിൽക്കുവാൻ സാധ്യമല്ല. മണിയടിച്ചുകൊണ്ട് അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ട അവസ്ഥ. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലൊക്കെ ഇംഗ്ലണ്ടിലും അപ്രകാരം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരാലും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും മരിച്ച അവസ്ഥയിൽ മുൻപോട്ട് പോകുന്ന കാര്യം. മാത്രമല്ല കുഷ്ഠരോഗി ആരെ തൊട്ടിരുന്നാലും അവൻ അശുദ്ധനാണ്. അവൻ ദേവാലയത്തിൽ പോയി ശുദ്ധീകരണത്തിനുള്ള കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അവന് വീണ്ടും അവൻ്റെ ഭവനത്തിലോ ദേവാലയത്തിലോ മടങ്ങി വരുവാൻ സാധ്യമാകുകയുള്ളൂ. എന്തിനേറെ പറയുന്നു, ഒരു കുഷ്ഠരോഗി ഒരു നായയെ തലോടിയാൽ അല്ലെങ്കിൽ ഒരു പട്ടിയെ തലോടിയാൽ ഉടനെ ആ പട്ടിയെ കൊന്നിരിക്കണം. കാരണം ആ പട്ടിയെ വേറെ ആരെങ്കിലും തൊട്ടാൽ അവർ അശുദ്ധരാകും. അപ്രകാരമുള്ള അതികഠിനമായിട്ടുള്ള നിയമമാണ് കുഷ്ഠരോഗികൾക്ക് എതിരായിട്ടുണ്ടായിരുന്നത്. സമൂഹം ഒറ്റപ്പെടുത്തി ആരോരുമില്ലാതെ മുൻപോട്ട് പോകുവാൻ മാർഗമില്ലാതെ എല്ലാവരാലും തള്ളപ്പെട്ട ഒരു വിഭാഗമാണ് കുഷ്ഠരോഗികൾ. എൻ്റെ ചിന്തയിൽ അന്നത്തെ കാലത്ത് മാനവ സമൂഹത്തിൽ ഏറ്റവും അധികം വ്യതയും വേദനയും അനുഭവിച്ച ഒരു കൂട്ടം പാവപ്പെട്ട മനുഷ്യരാണ് ഈ കുഷ്ഠരോഗികൾ. കാരണം ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ആരുമായിട്ടും ബന്ധമില്ല. സ്വന്തം സഭയിലേക്ക് അവിടെ ദേവാലയത്തിലേക്ക് വരുവാൻ സാധ്യമല്ല. താമസിക്കുന്നത് പട്ടണത്തിന് പുറത്തായിരിക്കണം, ആരുമായിട്ടും സമ്പർക്കമില്ല. അങ്ങനെ ഏറ്റവും ദയനീയമായ പരിതാപകരമായ കുഷ്ഠരോഗികളോട് കരുണ കാണിച്ചത് കർത്താവ് മാത്രമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നവനെ നമസ്കരിച്ച് അവനെ നമസ്കരിച്ചു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും അതേ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യത്തിലൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന സംഭവമാണ്. 3 സുവിശേഷങ്ങളിൽ ഒരുപോലെ പ്രതിപാദിച്ചിരിക്കുന്ന സംഭവം. So we find that lepers were isolated. They were thrown out from their homes.
They had no place in the churches. They were thrown out of the city. They had to stay outside the city. A very miserable and pathetic life. Discarded by everybody. Hated by everybody. Nobody had compassion on them. Nobody ever thought of them. Nobody could care for them. Because the Jewish religion taught that it was a disease brought down by God. God had punished them with leprosy. So everybody hated these people, these lepers. Nobody had ever showed any compassion on them. They were living, that's all, but they were dead as they were living. They had to walk about with social distancing, about 20 feet away, 20 to 30 feet away. They had to ring a bell and shout, unclean, 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 so that people will go away. When a leper rings the bell and comes, everybody will run away from them. And the vocal cords of these lepers will be affected, so they cannot shout out. People will find out, they will be finding fault with these lepers for that, but they are helpless. In such a situation, I would say in those times, the worstly affected people were these poor lepers. And there was only one who had shown compassion on these lepers, Jesus. If you could read Matthew chapter 8, verse 2, we find that a leper was coming to Jesus and he fell at the feet of Jesus. Luke and Mark, they mention the same incident. Jesus was coming down from the Mount of Beatitudes. There was a huge following after him. A leper can never approach Jesus in the normal way because the crowd will lynch him away and throw him away. They all will be defiled. And they cannot come at all near Jesus or near anybody for that matter. They have to stay at least 20 feet. Nobody is going to measure the distance, but at least a safe distance of 20 feet. That's what biblical scholars say. So it was never possible for a leper to come anywhere near Jesus. But this man comes. How? That's the question. ഒരിക്കലും ഒരു കുഷ്ഠരോഗിക്ക് യേശുവിൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. കാരണം യേശുവിൻ്റെ ചുറ്റും എപ്പോഴും ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയണമെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ വേണം വരുവാൻ. ഇവൻ മണിയടിച്ചും ശബ്ദമുണ്ടാക്കി അവിടെ വന്നാൽ ഇവനെ അപ്പോഴേ ദൂരെ കളയും. അടുപ്പിക്കാൻ പോലും കഴിയില്ല. കാരണം അവൻ തൊടുന്നവരെല്ലാം അശുദ്ധരാകുകയാണ്. വിശുദ്ധനായ യേശുവിൻ്റെ അടുക്കിലേക്ക്, മഹാപരിശുദ്ധനായ കർത്താവിൻ്റെ അടുക്കിലേക്ക് അവനെ അയക്കുകയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അവൻ എങ്ങനെ വന്നു എന്നുള്ളത് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. യേശു ഗിരിപ്രഭാഷണം കഴിഞ്ഞ് മലയിറങ്ങി വരികയാണ്. ജനങ്ങളെല്ലാം യേശുവിൻ്റെ പിന്നാലെയാണ്. ഈ കുഷ്ഠരോഗിക്ക് ഒരു കാര്യം അറിയാം, എൻ്റെ യേശുവിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. എൻ്റെ യേശുവിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ, അവൻ മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ജനക്കൂട്ടമല്ല അവന്റെ പിന്നാലെയാണ്. വായിച്ചട്ടെ. വളരെയധികം ജനങ്ങൾ അവനെ പിന്തുടർന്നു. ആരും അവന്റെ മുൻപിലില്ല. ഓർത്തുകൊള്ളണം, അവനെ പിന്തുടരുകയാണ്. People were following him, none were in front of him. So we find in front of him everything is free. And this leper was waiting for that great opportunity. അവൻ ഈ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യേശു എപ്പോഴെങ്കിലും മലയിൽ നിന്ന് ഇറങ്ങി വരും, അപ്പോൾ എനിക്ക് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. ജനങ്ങളുടെ ഇടയിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ സാധ്യമല്ല. കാരണം കുഷ്ഠരോഗിയാണ്, നടക്കാൻ സാധ്യമല്ല. വളരെ പ്രയാസപ്പെടാതെ നടക്കുന്നത്. നടന്ന് ചെല്ലുമ്പോഴേക്കും അവനെ അപ്പോഴേ എടുത്ത് ദൂരെ കളയും. ആ സാഹചര്യത്തിൽ യേശു നടന്ന് മുൻപോട്ട് വരുമ്പോൾ അവൻ വെച്ച് സർവശക്തിയും ഉപയോഗിച്ച് യേശുവിൻ്റെ മുന്നേ ചെന്ന് വീഴുകയാണ്. അവനൊരു വിശ്വാസമുണ്ട്, യേശുവിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. അവൻ കവണ്ണു വീണു, മുട്ടുകുത്തി കവണ്ണു വീണുവെന്നാണ് നാം 3 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇടറി അവൻ്റെ ശബ്ദമെല്ലാം തകർന്നിരിക്കുകയാണ്. അവൻ്റെ ഇടറിയ ശബ്ദത്തിൽ അവൻ വിളിച്ചു പറയുകയാണ്,
വായിച്ചാട്ടെ. കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നിനക്ക് എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന്. എനിക്ക് സമ്പൂർണമായ വിശ്വാസമുണ്ട് നിന്നെ ശുദ്ധമാക്കുവാൻ നിനക്ക് എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രമാത്രം കാത്തിരുന്ന, നീ മലയിറങ്ങി വരുന്നതുവരെയും കാത്തിരുന്ന ഈ ജനങ്ങളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് നിന്റെ പാദപീഠത്തിലേക്ക് വന്ന് വീഴുന്നത്. നിനക്കെന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ആ മനസ്സുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ക്രൂരമായ ശിക്ഷ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടാണ്. ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടാണ് നീ കുഷ്ഠം അനുഭവിക്കുന്നത്. അതെ, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ദൈവമാണ്. നിനക്ക് മാത്രമേ ശിക്ഷയെങ്കിൽ നിന്ന് മാറ്റുവാൻ കഴിയുകയുള്ളൂ. നിനക്ക് മനസ്സ് തോന്നണം, എനിക്ക് സമ്പൂർണ്ണമായിട്ടറിയാം നിനക്ക് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. നിനക്ക് മാത്രം. ലോകത്തിലെ മറ്റാർക്കും സൗഖ്യമാക്കുവാൻ കഴിയാത്ത അതിഭീകരവും ഭയങ്കരവുമായ രോഗമാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. പക്ഷേ യേശുവേ നിനക്കെന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. അവൻ ആ പാദത്തിൽ വീണ നിമിഷം യേശുവും അശുദ്ധനായി തീർന്നു. ഓർത്തുകൊള്ളുക, വലിയൊരു ജനതയാണ് പുറകെ നിൽക്കുന്നത്. ആർക്കും ഒന്നും പറയുവാൻ സാധ്യമല്ല, മുന്നോട്ട് വരുവാൻ സാധ്യമല്ല. ശിഷ്യന്മാരും എല്ലാവരും ഉണ്ട്, പക്ഷേ ആർക്കും സംസാരിക്കുവാൻ ധൈര്യമില്ല. കാരണം യേശുവിൻ്റെ മുൻപിൽ കിടക്കുന്നത് ഒരു കുഷ്ഠരോഗിയാണ്. യേശുവിനെ തൊട്ട് കഴിഞ്ഞു, യേശു അശുദ്ധനായി കഴിഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം വായിക്കുമ്പോൾ അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധനായി. 4 കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. തൻ്റെ കാൽക്കൽ കിടക്കുന്ന ആ കുഷ്ഠരോഗിയോട് ശരി, ഞാൻ നിന്നെ സൗഖ്യമാക്കിയെന്ന് പറയുവാൻ യേശുവിന് കഴിയും. എത്രയോ പേരെ വാക്കാൽ മാത്രം സൗഖ്യം, സ്പർശിക്കുന്നേയില്ല. നമുക്കറിയാം, രാജഭൃത്യൻ അങ്ങ് വീട്ടിൽ കിടക്കുകയാണ്, ഒരൊറ്റ വാക്കുകൊണ്ട് യേശു സൗഖ്യമാക്കുകയാണ്. എത്രയോ സന്ദർഭങ്ങളിൽ അങ്ങനെ സൗഖ്യമാക്കുന്നു. കനാന്യ സ്ത്രീയുടെ ഭൂതബാധയായ മകളെ കർത്താവ് സൗഖ്യമെന്ന് അപ്രകാരമാണ്, ഒരു വാക്ക് മാത്രം. എന്നാൽ ആരോരുമില്ലാതെ നിസ്സഹായനായിട്ട് ലോകം പുറന്തള്ളിയ, ലോകം വെറുക്കുന്ന, അറപ്പോടും വെറുപ്പോടും നോക്കുന്ന, തൻ്റെ പാദപീഠത്തിൽ വന്ന് കിടക്കുന്ന ആ മനുഷ്യനെ തൊടണമെങ്കിൽ യേശു കുനിയണം. അവൻ കുനിഞ്ഞു, തൻ്റെ ഓമനക്കരങ്ങൾ കൊണ്ട് അവനെ തൊട്ടു. എന്നിട്ട് അവനോട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്. ലോകത്തിൽ ഏതെല്ലാം തരങ്ങളിൽ കഷ്ടം അനുഭവിച്ചിരുന്നാലും, പാപത്തിൻ്റെ പെരുകുഴിയിൽ വീട് കുഷ്ഠത്തിൻ്റെ അനുഭവത്തിലുണ്ടായിരുന്നാലും, എൻ്റെ പാദപീഠത്തിൽ വന്ന് വീഴുന്നവനെ സൗഖ്യമാക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. ആദ്യമായിട്ട് കർത്താവ് പറയുന്ന കാര്യം അതാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാണ്. എൻ്റെ യേശുവിനെ എന്നെ രക്ഷിക്കുവാൻ, എന്നെ സൗഖ്യമാക്കുവാൻ, എൻ്റെ ഇടുങ്ങിയതും ഞെരുങ്ങിയതും ആയ അവസ്ഥയിൽ നിന്ന്, ഈ വെറുപ്പിൻ്റെ താഴ്വരയിൽ നിന്ന് രക്ഷിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ പാദപീഠത്തിൽ അവൻ നിലവിളിക്കുകയാണ്. അവൻ്റെ ശബ്ദം ആർക്കും കേൾക്കുവാൻ കഴിയാത്ത രീതിയിലാണ്. കാരണം അവൻ്റെ ഇടറിയ ശബ്ദമാണ്, കുഷ്ഠരോഗമാണ്. യേശു അത് കേൾക്കുകയാണ്. കുനിഞ്ഞു, അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, ശുദ്ധമാകുക. വായിച്ചാട്ടെ, നീ ശുദ്ധമാകുക. എന്നിട്ട് ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധനായി തീർന്നു. വർഷങ്ങളായി ചുമന്നുകൊണ്ട് നടന്നിരുന്ന കുഷ്ഠം ഉടനെ മാറുകയാണ്. ഉടനെ കുഷ്ഠം മാറി, അവൻ ശുദ്ധനായി, നിർമ്മല ശരീരമുള്ളവനായി തീർന്നു. ലോകത്തിൻ്റെ പാപങ്ങളാകുന്ന കുഷ്ഠങ്ങൾ പേറിക്കൊണ്ട് അനേകരിന്ന് മുൻപോട്ട് പോകുന്നുണ്ട്. അതേ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചു. എനിക്കൊരിക്കലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയില്ല. ഞാൻ അത്രമാത്രം ദുഷ്ടത പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. ഒരിക്കലും ദൈവം എന്നോട് ഇത് പൊറുക്കുകയില്ല.
അത്രമാത്രം വലിയൊരു പാപിയാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്നോട് സംസാരിച്ച വ്യക്തിയോട് പറഞ്ഞു, ഇല്ല, കർത്താവ് എല്ലാ പാപവും, നീ എന്തെല്ലാം പാപം ചെയ്തിരുന്നാലും ആ പാപം നീ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുമെങ്കിൽ, യേശുവിൻ്റെ പാദപീഠത്തിൽ വീണ് നീ നിലവിളിക്കുമെങ്കിൽ അവൻ നിൻ്റെ പാപങ്ങൾ മോചിക്കും. എനിക്ക് അങ്ങനെയുള്ള പറയാനുള്ള അവകാശമില്ല. എനിക്ക് പക്ഷേ എൻ്റെ കർത്താവിനെ നല്ലതുപോലെ അറിയാം. നിൻ പാപങ്ങൾ കടുംചുവപ്പായാലും ഹിമം പോൽ വെള്ളയാകും. നിൻ പാപങ്ങൾ കടുംചുവപ്പായാലും ഹിമം പോൽ വെള്ളയാകും. യേശു ചിന്തിയ രക്തത്താൽ ശുദ്ധരായി തീരുക നീ. യേശു ചിന്തിയ രക്തത്താൽ ശുദ്ധരായി തീരുക നീ. യേശുവിൻ വിളിയെ കേൾക്കുമോ നീ? യേശുവിനരികിൽ വരുമോ? യേശുവിൻ വിളിയെ കേൾക്കുമോ നീ? യേശുവിനരികിൽ വരുമോ? പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ ഈ കുഷ്ഠത്താൽ പൊതിഞ്ഞ അനേകരെ എൻ്റെ ജീവിതയാത്ര എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അവരോടൊക്കെയും എനിക്ക് പറയാനുള്ളത്, ആ കുഷ്ഠത്തെ കഴുകി വെടിപ്പാക്കുന്ന, ശുദ്ധനാക്കി തീർക്കുന്ന യേശുവിനെ കുറിച്ചാണ്. കൊലപാതക കുറ്റത്തിന് ജയിലിൽ കിടന്നവരുണ്ട്, മോഷണക്കൂട്ടത്തിന് പിടിച്ചുപറിച്ചവരുണ്ട്. പക്ഷെ അവിടെയൊക്കെയും ഞാൻ ചൊരിഞ്ഞു കൊടുത്തിട്ടുള്ളത് യേശുവിൻ്റെ നിർവ്യാജ സ്നേഹമാണ്. ആ സ്നേഹം പാപിയെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. അവൻ ശുദ്ധനായി തീർന്നു. അവൻ്റെ കുഷ്ഠം എന്നേക്കുമായിട്ട് അവനോട് യാത്ര പറഞ്ഞു. എന്നിട്ട് യേശു അവനോട് പറയുകയാണ് അടുത്ത വാക്യത്തിൽ, യേശു അവനോട് നോക്കൂ, ആരോടും പറയരുത്. പുരോഹിതന്റെ അടുക്കൽ നീ ചെന്ന് അവർക്ക് സാക്ഷ്യത്തിനായി നിന്നെ തന്നെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് അർപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് ചില നിയമങ്ങളുണ്ട്. കാരണം ന്യായപ്രമാണ പ്രകാരം ദൈവത്തിൻ്റെ ശിക്ഷയാണ് കുഷ്ഠരോഗം എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ ദൈവപുത്രൻ അതിനെതിരായിട്ടല്ല നിൽക്കുന്നത്. ദൈവം നൽകിയ ശിക്ഷയാണ്. ഇതാ, ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ, ഞാൻ നിനക്ക് സൗഖ്യമാക്കിയിരിക്കുന്നു, ഞാൻ നിനക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ദൈവം കൽപ്പിച്ചിരിക്കുന്ന മോശയുടെ ന്യായപ്രമാണ പ്രകാരം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിൻ്റെ കുഷ്ഠത്തെ ഞാൻ സൗഖ്യമാക്കി, പക്ഷേ സൗഖ്യമാക്കിയതിനുള്ള സാക്ഷ്യപത്രം ആവശ്യമുണ്ട്. അതിനും മോശയുടെ ന്യായപ്രമാണ പ്രകാരം ലേവ്യ പുസ്തകത്തിൽ വ്യക്തമായി കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നീ അത് അനുഷ്ഠിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ദൈവപുത്രനാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കി, പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതിൻ്റെ ചുമതലയാണ്. എന്താണത്? അവൻ പുരോഹിതനെ പോയി കാണിക്കണം. പുരോഹിതനെ പോയി കാണിക്കേണ്ടത് എവിടെയാണ്? ദേവാലയത്തിലല്ല. യെരൂശലേം പട്ടണത്തിൻ്റെ പുറത്ത് ഒരു കൂടാരത്തിൽ പുരോഹിതൻ വന്ന് ഈ കുഷ്ഠരോഗിയെ കാണും. കണ്ടു കഴിഞ്ഞ് അവൻ്റെ കയ്യിൽ 2 കുരുവികളുണ്ടാകും. അതിനെ ബലിയർപ്പിച്ചിട്ട് ആ രക്തം അവൻ്റെ മേൽ ഊറ്റണം. ഇവൻ്റെ തലമുടി മുഴുവൻ പുരോഹിതൻ വെട്ടിക്കളയും. 2 തലമുടിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ കർമ്മങ്ങൾ മുഴുവൻ വിഫലമാണ്. അപ്പോൾ അത്ര സൂക്ഷ്മതയോടെ അത് മുഴുവൻ വെട്ടിക്കളഞ്ഞ് പാപപരിഹാരത്തിനുള്ള എല്ലാവിധമായ കാര്യങ്ങളും പറഞ്ഞ ശേഷം അവൻ പോകും. അപ്പോൾ ഈ കുഷ്ഠരോഗിക്ക് പട്ടണത്തിൽ പ്രവേശിക്കാം, പക്ഷേ ദേവാലയത്തിലോ അവൻ്റെ ഭവനത്തിലോ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. 7 ദിവസം അങ്ങനെ കഴിയണം. 8ാമത്തെ ദിവസം അവൻ 3 കുഞ്ഞാടുകളുമായിട്ട്, 1 വയസ്സിന് മേലുള്ള 3 കുഞ്ഞാടുകളുമായിട്ട് വരണം. 2 ആൺകുഞ്ഞാടും 1 പെൺകുഞ്ഞാടും. അതിനെ ആയിട്ട് ദേവാലയത്തിൽ വന്ന് അതിനെ അവിടെ വെച്ച് യാഗം കഴിപ്പിച്ച്, യാഗമായിട്ട് അർപ്പിച്ച്, വീണ്ടും അവിടുത്തെ ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞ ശേഷം
വീണ്ടും കുളിച്ച് ശുദ്ധീകരിക്കപ്പെട്ടിട്ട് മാത്രമേ, അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇവിടെ വിവരിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. അപ്രകാരമുള്ള എല്ലാവിധമായിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയകളും നടത്തിയ ശേഷമാണ് അവൻ തിരിച്ച് ഭവനത്തിലേക്ക് ചെല്ലുന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഒരുവൻ സൗഖ്യമായി, യേശു ശുദ്ധനാക്കി, പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് അവൻ ജീവിക്കുവാൻ അവൻ നിർബന്ധിതനാണ്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ വിവരിച്ചത്. യേശു അവരോട് പറയുകയാണ്, നിന്നെ തന്നെ എന്ന് പുരോഹിതനെ കാണിക്കുക. അങ്ങനെ അത് മുഴുവൻ പൂർണ്ണമാക്കിക്കൊണ്ടാണ് അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത്. നമ്മുടെ ജീവിതയാത്ര ഇതുപോലെ ഒറ്റപ്പെട്ട അനുഭവം. കുഷ്ഠരോഗമായിരിക്കുകയില്ല, കുഷ്ഠം പോലെ വ്യഥയും വേദനയും അനുഭവിച്ചുകൊണ്ട് എല്ലാവരാലും പുറന്തള്ളപ്പെട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട് മുൻപോട്ട് പോകുന്ന അവസ്ഥ. അതേ ഒരിക്കൽ ഒരു മനുഷ്യൻ്റെ അടുക്കൽ വന്നു, കൊലപാതകം ചെയ്യാതെ കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ട് എല്ലാവരും വെറുത്ത ഒരു മനുഷ്യനാണ്. എനിക്കവനെ സ്നേഹിക്കാനേ കഴിഞ്ഞുള്ളൂ. എല്ലാവരും പറഞ്ഞു അവനെ അടുപ്പിക്കരുത്, ഇവൻ ജയിലിൽ കിടന്നതാണ്. പക്ഷെ ഞാൻ അവനെ സ്നേഹിച്ചു. യേശു എല്ലാവരെയും സ്നേഹിക്കും. ഏത് കുഷ്ഠരോഗിയെയും അവൻ തൊട്ട് സൗഖ്യമാക്കുന്നവനാണ്. അവൻ തൊട്ട് സൗഖ്യമാക്കുന്നവനാണ്. അവൻ തൊട്ടാൽ അവനും അശുദ്ധരാകും, പക്ഷെ അത് യേശുവിന് വിഷയമല്ല. യേശു ആ കുഷ്ഠരോഗിയെ തൊട്ടതുപോലെ എന്നെ നിങ്ങളെയും തൊടും, പക്ഷേങ്കിൽ അവൻ്റെ അടുത്തിലേക്ക് കടന്നു വരുവാനുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകണം. ഈ കുഷ്ഠരോഗിയെ യേശുവിൻ്റെ അടുത്ത് എത്തിച്ചത് അവൻ്റെ വിശ്വാസമാണ്. വിശ്വാസത്തിനൊരു പ്രകടനമുണ്ട്. ചുമ്മാ നടന്ന് കൈവീശി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയല്ല. യേശു അതേ ഗിരിപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മലയിൽ നിന്ന് യേശു ഇന്നല്ലെങ്കിൽ നാളെ താഴേക്ക് ഇറങ്ങി വരും. ഒരു കുഷ്ഠരോഗിക്ക് സാധാരണഗതിയിൽ അവൻ്റെ അടുക്ക് എത്തുവാൻ സാധ്യമല്ല. പക്ഷേ അവൻ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുമ്പിൽ ആരും ഉണ്ടെങ്കിലും മല ഇറങ്ങുകയാണ്. അത്രമാത്രം ചിന്തിച്ച്, അത്രമാത്രം പ്രാർത്ഥിച്ച് യേശു വരുമ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് അവൻ പാഞ്ഞു ചെല്ലുകയാണ്. ആർക്കും ഒരു നിയന്ത്രിക്കുവാൻ സാധ്യമല്ല. ആർക്കും എന്നും ചിന്തിക്കുന്നതിന് മുൻപ് ആ പാദത്തിൽ അവൻ വീണ് കഴിഞ്ഞു. എന്തുകൊണ്ട്? അവൻ്റെ അചഞ്ചലമായ വിശ്വാസം കൊണ്ട്. സമൂഹം അവനെ വെറുത്തിരിക്കാം, സമൂഹം അവനെ നിരുത്സാഹപ്പെടുത്തും, അവനെ യേശുവിൻ്റെ അടുത്തിലേക്ക് വിടുകയില്ല, ശരി തന്നെ. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് ആ വ്യക്തിയാണ്. ഇന്ന് ഇതുപോലെയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അനേകർ കഴിയുന്നില്ല. കാരണം സമൂഹം വിലങ്ങുതടിയായിട്ട് നിൽക്കുകയാണ്. സ്വന്തം സഭക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എതിരാണ്. എന്തിനാണ് ഇവിടെ പോകുന്നത്? ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ പോരായോ? എന്തിനാണ് മറ്റിടത്തേക്ക് പോകുന്നത്? യേശുവിൻ്റെ അടുത്തേക്ക് വിടുവാൻ വിലങ്ങ് തടികളാണ്. എന്നാൽ അവയെ വകവെക്കാതെ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ, ആ പാദപീഠത്തിലേക്ക് വീഴുമ്പോൾ തൊട്ട് സൗഖ്യമാക്കുന്ന യേശുവാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ രാത്രിയിൽ അപ്രകാരം കുഷ്ഠരോഗ സമാന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ വളരെ വിശദീകരിച്ച് കുഷ്ഠരോഗത്തെക്കുറിച്ച് പറഞ്ഞത്, അനുദിന ജീവിതത്തിൽ അപ്രകാരം കഷ്ടവും വ്യഥയും വേദനയും അനുഭവിക്കുന്ന ഒരു വലിയ സമൂഹത്തെ ഞാൻ കാണുന്നുണ്ട്. അനേകർ എന്നെ സമീപിക്കാറുണ്ട്. അനേകർ യേശുവിൻ്റെ സമാധാനവും സാന്ത്വനവും അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ നടുവിൽ ഈ രാത്രി നിങ്ങൾക്കൊരവസരം ലഭിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ പാദപീഠത്തിലേക്ക് വീഴുക. അവൻ നിങ്ങളെ തൊടും, നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. He will touch you. He will heal you. See, he had a determination to go to Jesus. In spite of all the obstacles, in spite of the fact that all whom he touches will be defiled, he never bothered about that. He went forward, fell at the feet of Jesus, and Jesus touches him. Yes, I will. And touched him. Be healed. Be clean. It's cleansed. Tonight you have got an opportunity, dear brother. Dear sister, you have an opportunity. Come to Jesus. He's waiting for you. Whatever be your past, he's going to wash it away. He's going to heal you. He's going to touch you right now. Whatever be your past, just ignore it. Just fall at the feet of Jesus and ask him, Jesus, heal me. Forgive me. Forgive me, Jesus. Forgive me, Master. Yes, he will bend down and touch you. He will cleanse you of all your leprous sin. He will make you whole. Yes, and then follow him. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ,
കുഷ്ഠങ്ങൾ നിറഞ്ഞ അവസ്ഥയിൽ പാപങ്ങളുടെ പെരുപ്പം നിമിത്തത്തിൻ്റെ പാദപീഠത്തിൽ ഞങ്ങൾ വന്ന് കിടക്കുന്നു. ഈ രാത്രിയിൽ കർത്താവ് ഈ വചനം കേട്ട ഓരോരുത്തരും നിൻ്റെ കരകൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് കർത്താവ് നിൻ്റെ പാദപീഠത്തിലേക്ക് ഓടി വീണ നിന്നോട് നിലവിളിക്കുന്ന ഓരോരുത്തരും നീ ഇപ്പോൾ തൊടണം. നിൻ്റെ സ്പർശനം യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഭവിക്കണം. സ്പർശിക്കുന്ന യേശുവിനെ അവർക്ക് ഈ രാത്രിയിൽ ബോധ്യമാകണം. Oh, let everybody experience the touch of Jesus. Everybody who is coming to Jesus and falling at his feet, crying out about their past, asking forgiveness. Master, touch them right now. In the mighty name of Jesus, let your hands touch Jesus. Heal them, Lord. Cleanse them. Cleanse them completely. സൗഖ്യമാക്കുക, ശുദ്ധീകരിക്കുക. നിന്റെ പുതിയ സൃഷ്ടികളെ അവർ എഴുന്നേൽക്കട്ടെ. ആ കുഷ്ഠരോഗിയെ പോലെ ശുദ്ധരായിക്കൊണ്ട് അങ്ങേ പിൻപറ്റട്ടെ. നിന്റെ നാമം മഹത്വപ്പെടുവാൻ സഹായിക്കണമേ. നീ സ്പർശിച്ചതിനാൽ സ്തോത്രം. നിന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവും ദൈവത്തിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധം സഹവാസം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് സുദീപ് കോശി, ആനി സാമുവൽ ആൻഡ് അബിഗേൽ കോശി, ന്യൂയോർക്ക്, USA.